ഗ്രീസിലെ 7 വിജ്ഞാനികൾ. ഏകദേശം 2500 വർഷം മുമ്പുള്ള ഒരു സുപ്രഭാതം. ഗ്രീസിലെ ഒരു കടലോരത്ത് മുക്കുവർ ആവേശപൂർവ്വം വല വലിച്ചു കയറ്റുകയാണ്. അപ്പോൾ മൈലേറ്റസ് എന്ന നഗരത്തിലുള്ള ഒരു വ്യാപാരി അവരുടെ പക്കൽ ചെന്ന് ചോദിച്ചു, "നിങ്ങളുടെ വലയിൽ എന്തുമാത്രം മത്സ്യം കാണും?" അവർ പറഞ്ഞു, "ഞങ്ങൾക്കറിയില്ല. മീൻ പിടിച്ചതിനു ശേഷമല്ലാതെ ഞങ്ങൾ അവ എണ്ണാറില്ല." മുക്കുവർ വല വലിച്ചു കയറ്റുന്ന രീതി കണ്ടപ്പോൾ വലയിൽ ധാരാളം മീൻ കാണുമെന്ന് വ്യാപാരിക്ക് തോന്നി. അയാൾ ചോദിച്ചു, "നിങ്ങളിപ്പോൾ പിടിക്കുന്ന മീനിനെല്ലാം കൂടി എന്തു തരണം?" "നിങ്ങൾ എന്തു തരാൻ തയ്യാറാണ്?" ഉത്തരമായി അവർ ഒരു മറുചോദ്യം ചോദിച്ചു. വ്യാപാരിയുടെ മറുപടി പെട്ടെന്നായിരുന്നു. അയാൾ പറഞ്ഞു, 3 വെള്ളി നാണയങ്ങൾ. മുക്കുവർക്ക് സ്വീകാര്യമായിരുന്നു ആ വില. പക്ഷേ വല വലിച്ചു കയറ്റിയപ്പോൾ ആ വലയിൽ മത്സ്യങ്ങളോടൊപ്പം സ്വർണം കൊണ്ടുണ്ടാക്കിയ വിലപിടിപ്പുള്ള ഒരു സ്റ്റാൻഡും ഉണ്ടായിരുന്നു. മുക്കുവരാകട്ടെ വിലപിടിപ്പുള്ള ആ സ്വർണ്ണനിധി വ്യാപാരിക്ക് കൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ കരാർ പ്രകാരം വലയിലുള്ളത് മുഴുവൻ തനിക്ക് തരണമെന്ന് അയാൾ ശഠിച്ചു. കേസ് കോടതിയിലെത്തി. കോടതി ഡെൽഫിയിലുള്ള വെളിച്ചപ്പാടിൻ്റെ അഭിപ്രായം ആരാഞ്ഞു. അപ്പോൾ വെളിച്ചപ്പാട് പറഞ്ഞു, കിട്ടിയ സ്വർണ്ണനിധി മുക്കുവർക്കും കൊടുക്കേണ്ട, വ്യാപാരിക്കും കൊടുക്കേണ്ട. അത് ഗ്രീസിലെ ഏറ്റവും വിജ്ഞാനിയായ വ്യക്തിക്ക് കൊടുക്കട്ടെ. കോടതിക്ക് സ്വീകാര്യമായിരുന്നു ഈ നിർദ്ദേശം. ന്യായാധിപൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഈ നിധി തെയിൽസിന് അവകാശപ്പെട്ടതാണ്. അദ്ദേഹമാണല്ലോ നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ വിജ്ഞാനി. ജ്യോമെട്രിയുടെ പിതാവെന്നറിയപ്പെടുന്ന തെയിൽസിൻ്റെ അരികെ സ്വർണ്ണനിധിയുമായി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നേക്കാൾ എത്രയോ വലിയ ജ്ഞാനികൾ ഗ്രീസിലുണ്ട്. അവരിൽ പ്രമുഖൻ ബിയാസ് ആണ്. സ്വർണ്ണനിധി അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. ശത്രുക്കളോട് കരുണ കാണിക്കാൻ ഉപദേശിച്ചിട്ടുള്ള തത്വജ്ഞാനിയാണ് ബിയാസ്. അദ്ദേഹം ദരിദ്രനായിരുന്നുവെങ്കിലും ധനികനാകാൻ അദ്ദേഹത്തിന് യാതൊരു ആഗ്രഹവുമില്ലായിരുന്നു. തൻ്റെ പക്കൽ സ്വർണ്ണനിധിയുമായി ആളുകളെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനല്ല വിജ്ഞാനികളിൽ പ്രമുഖൻ. അതുകൊണ്ട് ഈ നിധി എനിക്ക് അവകാശപ്പെട്ടതല്ല. നിങ്ങൾ പിറ്റാക്കസിന് ഈ നിധി കൊടുക്കൂ. അദ്ദേഹമാണ് ഇതിന് അവകാശപ്പെട്ടയാൾ. നിങ്ങൾ എന്തു ചെയ്താലും അത് നന്നായി ചെയ്യുവിൻ എന്ന് പഠിപ്പിച്ച ജ്ഞാനിയാണ് പിറ്റാക്കസ്. പിറ്റാക്കസിന് സ്വർണം കൊണ്ടുള്ള ആ സ്റ്റാൻഡ് സമ്മാനിക്കാൻ കോടതിയുടെ സന്ദേശവാഹകർ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സ്വർണ്ണനിധി എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ ഞാനല്ല ഏറ്റവും വലിയ ജ്ഞാനി. തന്മൂലം എനിക്കിത് വാങ്ങാനാവില്ല. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, നിങ്ങൾ ക്ലയോബിളൂസ് രാജാവിൻ്റെ പക്കൽ ചെന്ന് സ്വർണ്ണനിധി അദ്ദേഹത്തിന് നൽകുവിൻ. അദ്ദേഹമാണ് ജ്ഞാനികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. പക്ഷേ അദ്ദേഹവും ആ നിധി വാങ്ങുവാൻ വിസമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കോറിന്തിലെ പെരിയാണ്ടർ ആയിരുന്നു ഏറ്റവും വലിയ വിജ്ഞാനി. പക്ഷേ സ്വർണ്ണനിധിയുമായി ആളുകൾ അദ്ദേഹത്തിൻ്റെ പക്കലെത്തിയപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്നെ കണ്ടാൽ ഏറ്റവും വലിയ വിജ്ഞാനിയാണെന്ന് തോന്നുമോ? ആഗതർ ഒന്നും പറയാതെ നിന്നപ്പോൾ പെരിയാണ്ടർ തുടർന്നു, നിങ്ങൾ ചിലോണിൻ്റെ പക്കൽ പോയി സ്വർണ്ണനിധി അദ്ദേഹത്തിന് കൊടുക്കൂ. അദ്ദേഹമാണ് വിജ്ഞാനികളിൽ മുമ്പൻ. സ്വർണ്ണനിധിയുമായി ആളുകൾ ചിലോണിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കു തെറ്റിപ്പോയി. കവിയും നിയമപണ്ഡിതനും തത്വജ്ഞാനിയുമൊക്കെയായ സോളോണിന് ഈ നിധി കൊടുക്കുവിൻ. അദ്ദേഹം തന്നെ ജ്ഞാനികളിൽ അഗ്രഗണ്യൻ. കോടതിയുടെ സന്ദേശവാഹകരായി സ്വർണ്ണനിധിയുമായി പോയിരുന്നവർ ഇതിനകം തളർന്ന് അവശരായി കഴിഞ്ഞിരുന്നു. എങ്കിലും അവർ അവസാനം സോളോണിനെ കണ്ടുപിടിച്ചു. അപ്പോൾ സോളോൺ പറഞ്ഞു, ഒരു ജ്ഞാനിയായി എന്നെ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അതുകൊണ്ട് ആ നിധി എനിക്ക് അവകാശപ്പെട്ടതല്ല. എന്നാൽ ജ്ഞാനികളിൽ പ്രമുഖരായ 6 പേരെ എനിക്കറിയാം. നിങ്ങൾ അവരിൽ ആർക്കെങ്കിലും ഈ നിധി കൊടുക്കൂ. ആ ജ്ഞാനികളുടെ പേരുകൾ അറിയാൻ തിടുക്കമായി അവർക്ക്. സോളോൺ പറഞ്ഞു, അവരുടെ പേരുകൾ തെയിൽസ്, ബിയാസ്, പിറ്റാക്കസ്, ക്ലയോബിളൂസ്, പെരിയാണ്ടർ, ചിലോൺ എന്നിങ്ങനെയാണ്. പക്ഷേ തങ്ങൾ അവരെയെല്ലാം സമീപിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ സോളോൺ പറഞ്ഞു, എങ്കിൽ ഈ സ്വർണ്ണനിധി നിങ്ങൾ സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവത്തിന് കാഴ്ചയായി നൽകിക്കൊള്ളൂ. പുരാതന ഗ്രീസിലെ 7 ജ്ഞാനികളെക്കുറിച്ചുള്ള ഇക്കഥ നമ്മുടെ കണ്ണു തുറപ്പിക്കുക തന്നെ വേണം. ജ്ഞാനികളിൽ പ്രമുഖരായിട്ടും തങ്ങളുടെ അറിവിൻ്റെ പോരായ്മ തുറന്നു സമ്മതിച്ച ഗ്രീസിലെ 7 വിജ്ഞാനികളെവിടെ? ഗഹനമായ അറിവ് ഒരു വിഷയത്തെക്കുറിച്ചുമില്ലെങ്കിലും എല്ലാം അറിയാമെന്ന് നടിക്കുന്ന നമ്മളെവിടെ? വിലയേറിയ ഒരു സ്വർണ്ണനിധി സമ്മാനമായി ലഭിക്കുമെന്നറിഞ്ഞിട്ട് പോലും
ഈ 7 വിജ്ഞാനികളിലാരും താനാണ് ഏറ്റവും കേമനെന്ന് പ്രഖ്യാപിക്കാനോ സമ്മതിക്കാനോ തയ്യാറായില്ല. അത്രയും വിനീതരും തങ്ങളുടെ അറിവിൻ്റെ പോരായ്മകളെക്കുറിച്ച് ബോധ്യമുള്ളവരുമായിരുന്നു അവർ. നമുക്കുള്ള അറിവും വിജ്ഞാനവും ഒന്നും നാം നിഷേധിക്കേണ്ട. എന്നാൽ നമുക്കില്ലാത്ത വിജ്ഞാനവും മറ്റും നമുക്കുണ്ടെന്ന് പറയുകയോ അങ്ങനെ ഭാവിക്കുകയോ ചെയ്താൽ അത് നമുക്ക് തന്നെ ദോഷമേ ചെയ്യൂ എന്നത് നാം മറക്കരുത്. അറിവും അനുഭവവും വർദ്ധിക്കും തോറും വിനീതരായി നമുക്ക് കൂടുതൽ പഠിക്കാം. അപ്പോൾ നമുക്ക് എത്ര കുറച്ച് മാത്രമേ അറിവുള്ളൂ എന്നും നമുക്ക് മനസ്സിലാകും.